അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂടുതൽ ആമുഖങ്ങളൊന്നും പറയുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. കേട്ടറ്റ് കാറ്റഗറി 3 പഠിക്കുന്ന ആളുകൾക്ക് മലയാളത്തിൽ വന്ന ഒരു ചോദ്യപേപ്പറിന്റെ ചർച്ചയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് എങ്ങനെ നമ്മൾ ഒരുങ്ങണം എന്നുള്ളതിന്, അല്ലെങ്കിൽ പഠനത്തിന്റെ മുന്നൊരുക്കമായിട്ട് ആദ്യമായി നമ്മൾ പരീക്ഷയുടെ ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലും ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്, കൂടുതൽ നോക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ, നമ്മൾ സാധാരണ മലയാളത്തിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്, ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുക എന്ന് പറയാറുണ്ട്. അത് കാര്യമില്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. പക്ഷെ ഈ പരീക്ഷകളെ സംബന്ധിച്ച് ഒരു പരീക്ഷയുടെ സ്വഭാവം തിരിച്ചറിയുന്നതിന്, ഒരു പരീക്ഷയുടെ ചോദ്യങ്ങളുടെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന്, ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതും ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് പരീക്ഷകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്യുന്ന നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 2019 ശേഷമുള്ള കേട്ടറ്റ് പരീക്ഷകളുടെ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ 2019 മുമ്പുള്ള പരീക്ഷകളുടെ സ്വഭാവം തീർത്തും വ്യത്യാസമുണ്ട്. ഇനി 2024 എത്തി നിൽക്കുമ്പോൾ, കേട്ടറ്റ് എന്നുള്ളത് 2024 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളോടെയാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചോദ്യങ്ങൾ അന്ന് ചോദിച്ചിരുന്ന അതേ സിലബസിൽ നിന്ന് തന്നെ പല രീതിയിൽ ചോദിക്കുന്നതായിട്ട് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിനുവേണ്ടി മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സമ്പൂർണ്ണ ക്ലാസ് അല്ല. പിന്നെ കഴിഞ്ഞ ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനും അതോടൊപ്പം ഏത് തലങ്ങൾ വരും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഉണർത്തല് മാത്രമാണ്, ആ ഒരു സൂചനയാണ്. പിന്നെ കൂടുതൽ വിപുലമായ ക്ലാസ്സുകൾ അവിടെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ പങ്കെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, പിന്നെ നമുക്ക് 30 ചോദ്യങ്ങളാണ് കാറ്റഗറി 3 മലയാളത്തിൽ വരുന്നത്. ബാക്കി സൈക്കോളജിക്ക് പോകും. അപ്പൊ ഈ 30 ചോദ്യങ്ങളിൽ തന്നെ 10 ചോദ്യങ്ങൾ, 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ കവിതയിൽ നിന്നും 5 ചോദ്യങ്ങൾ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നുമാണ് ചോദിക്കുക. അപ്പൊ അത് സിലബസിൽ നിന്നാണെന്ന് വെച്ചാൽ സിലബസിന്റെ ഭാഗം തന്നെയാണ്. ആ ഒരു കവിത തന്നിട്ട് അതിൽ അലങ്കാരവും അതിലെ ഉപമയും ഏതൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ പറയും. അപ്പൊ ആ ഒരു ഏരിയ നമുക്ക് പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്രാവശ്യം തന്ന കവിത ആവില്ല, അടുത്ത പ്രാവശ്യം തരാം. അത് ഏത് ഭാഗത്തു നിന്നും ആവാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു 20 ചോദ്യങ്ങൾ ആ വന്ന ഏരിയകൾ, അതാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PSCയുടെ ക്വസ്റ്റ്യനും ഇതിന്റെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അറിയാം. നാല് കോഡിലായിട്ട് ചോദ്യ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പം ചോദ്യം വരുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിൽ പെടാത്തത് ഏത്? ജരാനര, ലോകക്രമം, നിമീലിത ലോചൻ, പീതാംബരൻ. അപ്പം സമാസങ്ങൾ, സന്ധി സമാസം, ഇത് മലയാള ഗ്രാമറിലെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ സന്ധികൾ വരാറുണ്ട്, സന്ധികളുടെ പിന്നെ ചോദ്യം വരാറുണ്ട്. ഈ ചോദ്യപേപ്പറിൽ സന്ധികളിൽ നിന്ന് ചോദ്യം കാണുന്നില്ല, മറിച്ച് സമാസത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ സമാസം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്ന്, പിന്നെ ജര നര, ഈ 2 പദങ്ങൾ ചേർന്നുണ്ടായതാണ് ജരാനര എന്ന് പറയുന്നത്. ലോകക്രമം, ഈ 2 ചേർന്നുണ്ടായതാണ് ലോകക്രമം എന്നുള്ള. നിമീലിതം ലോചൻ, ഇത് രണ്ടും. പീതാംബരൻ, ഇങ്ങനെ 2 പദങ്ങൾ ചേർന്നുണ്ടാകുന്ന പദങ്ങൾക്കാണ് സമാസം എന്ന് പറയാം. അപ്പൊ ഈ സമാസത്തിൽ താഴെ വരുന്നവയിൽ ഓരോ വാക്കുകളും ചേർന്നുണ്ടാകുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത്? അപ്പൊ തൽപുരുഷ സമാസം തന്നെ ഷഷ്ടി തൽപുരുഷം, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് തൽപുരുഷങ്ങളായിട്ട് വിഭജനം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം സമാസം എന്നുള്ളത്, ഇപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമാസം എന്നുള്ളത്, സന്ധി എന്നുള്ളത്, ഈ രണ്ടും സിലബസിന്റെ ഭാഗമായ ഗ്രാമറിൽ നിന്ന് ചോദിക്കപ്പെടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്നതിൽ തൽപുരുഷ സമാസത്തിൽ പെടാത്തത്
ലോകക്രമം എന്നുള്ളതാണ്. ലോകക്രമം എന്നുള്ളത് തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടാത്തതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? മലയാള ഭാഷയിലെ വാക്യങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കത് പറയാൻ കഴിയും. അപ്പോൾ ഭാഷയിലെ ഗ്രാമർ എന്ന് പറയും, ഭാഷയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് എത്തുമ്പോൾ അതിന്റെ നിയമങ്ങളോ രീതികളൊക്കെ ഒരു പക്ഷെ മാറിയേക്കാം. അപ്പൊ ഈ വാക്യങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഏകദേശം 100 ആളുകൾ സിനിമക്ക് പോയി. നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ, വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. ഈ ഓരോ സെന്റൻസുകൾ തന്നെ നോക്കാം, അവസാനത്തു നിന്ന് തന്നെ തുടങ്ങാം. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ, വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു. രണ്ട് കാര്യങ്ങൾ അതിൽ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നുണ്ട്. പെട്ടെന്നുണ്ടായ എന്ന അർത്ഥം തന്നെയാണ് ആകസ്മിക എന്നതിന്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പോസ്റ്റും കാലി എന്ന് പറയുന്ന പോലെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ പെട്ടെന്നുണ്ടായ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ആകസ്മിക എന്ന ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ മഴ എന്നുള്ള കർത്താവേർഡ് ഉള്ളത് കൊണ്ട് ക്രിയ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി, സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ രണ്ട് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. നടക്കുവാനും സംസാരിക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് ക്ലിയർ ആയിരുന്നു. പക്ഷെ നടക്കുവാനും സംസാരിക്കാനോ അത് നമ്മൾ അത്ഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് വാക്യങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്ന സമയത്ത് നടക്കുവാനും സംസാരിക്കാനും എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ഏകദേശം 100 ആളുകൾ സിനിമക്ക് പോയി. ഏകദേശം 100 ആളുകൾ സിനിമക്ക് പോയി. അപ്പൊ ഏകദേശം എന്ന് പറഞ്ഞാൽ പിന്നെ 100 ആളുകൾ എന്നുള്ള രണ്ടും പറയേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പൊ 100ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ മതി. ഏകദേശം 100 ആളുകൾ എന്നല്ല പറയാ, 100ഓളം. ഏകദേശം എന്ന് പറഞ്ഞാൽ 100 എന്നുള്ളത് കറക്റ്റ് അളവാണ്. അപ്പൊ 100ഓളം ആളുകൾ, ആ ഒരു രീതിയിലാണ് അത് പറയേണ്ടത്. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുമ്പോൾ പെട്ടെന്നുണ്ടായ പിന്നെ ആകസ്മിക രണ്ട് പദങ്ങൾ വരുന്നത് മലയാളത്തിലെ പ്രശ്നമുള്ളൂ. അപ്പൊ അറബിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ തൗക്കീദ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കാറുണ്ട്. ഇപ്പൊ ഖുർആനിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷയുടെ സൗന്ദര്യമായിട്ട് പറയുന്നത് ലൈസ ക മിസ്ലിഹി ഷൈഉൻ, ലൈസ ക മിസ്ലിഹി, ക എന്ന് പറഞ്ഞാലും പോലെ എന്നാണ്, മിസ്ലി എന്ന് പറഞ്ഞാലും പോലെയാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നാലും അറബിയിൽ അത് ഭാഷയുടെ സൗന്ദര്യമാണെങ്കിൽ മലയാളത്തിൽ അത് ഭാഷയിൽ തെറ്റായിട്ട് കാണാറുണ്ട്. അതാണ് ഭാഷയിൽ നിന്നും ഭാഷയിലേക്ക് പോകുമ്പോൾ തെറ്റുകൾ കാണാറുണ്ട്. ഇനി മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. അപ്പോ കവിയുടെ ബാല്യത്തിൽ അമ്മ മരിച്ചുപോയി. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം എന്ന് പറയുമ്പോൾ മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഓക്കെ, ഗ്രഹം എന്നാണ് വന്നിട്ടുള്ളത്. ഗൃഹം എന്നാണ്. ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടതുപോലെ ഗ്രന്ഥമുണ്ടാക്കാൻ അഭ്യസിക്കുന്നവർ വാചകം എഴുതുന്നതിന്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ പിന്നെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലെ തന്നെ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വാക്ക് ഉണ്ടാക്കുമ്പോൾ, ഒരു വാചകം ഉണ്ടാക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയണം. സെന്റൻസിന്റെ ഭാഷയുടെ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഭാഷ അല്ലെങ്കിൽ എഴുത്ത് കാര്യങ്ങൾ ഉണ്ടാക്കണം എന്നൊരു ഡയലോഗ്, അത് ആരുടെ ഇതാണ്. ഇത്തരം ഒരു ഡയലോഗ് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക്, നമ്മുടെ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, സാധാരണഗതിയിൽ സംസാരിക്കുന്ന ആളുകൾക്കോ ഭാഷ പ്രയോഗിക്കുന്ന ആളുകൾക്കോ അല്ല, നമ്മളൊക്കെ കോമൺ ആയിട്ട് പറയാറുള്ള ഒരു കാര്യമാണ് ഭാഷ സംസാരിക്കുന്നതിൽ ഗ്രാമർ എന്നുള്ളത് അത്യാവശ്യ കാര്യമില്ല. ആസ് എ ടീച്ചർ അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലി പിന്നെ ഫോമലി ഇത് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ അതിന്റെ എല്ലാ വകഭേദങ്ങളും അറിഞ്ഞിരിക്കണം, ഭാഷയുടെ എല്ലാ നിയമങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? കുട്ടിക്കൃഷ്ണ മാരാർ, കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, എം ആർ രാജവർമ്മ,
CL ആന്റണി. ഇതിൽ ആരാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നടത്തിയത്? MR രാജരാജവർമ്മ. MR രാജരാജവർമ്മയാണ് അഭിപ്രായം നടത്തിയത്. കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഇവിടെ ഈ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദമേത്? കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി എന്ന കൈമത്തിൽ എന്ന ജുംലയിൽ എന്ന സെന്റൻസിൽ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദമേത്? അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ നാമങ്ങൾ അതിൽ കണ്ടെത്തിയാൽ മതി. നാമങ്ങളെ അതിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാമത്തെ വിശദീകരിച്ചത് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിച്ചത് ഏത് എന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് നാമവിശേഷണം. നാമം എന്ന് പറഞ്ഞാൽ നൗണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ അറബിയിൽ പറയുന്ന ആൾക്കാർ ഇസ്മു എന്നൊക്കെ പറയും. അപ്പൊ ഈ നാമവിശേഷണം ഏത്? നാമവിശേഷണം അതില് ഫസ്റ്റ് തന്നെ നമുക്ക് കുതിര എന്നുള്ളതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നാമം. അതിൽ വളരെ എന്നുള്ളതും വേഗത്തിൽ എന്നുള്ളതൊക്കെ പിന്നെ അഡ്ജക്റ്റീവായിട്ടും അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ കാട്ടിലൂടെ എന്നുള്ളത്, കാട് എന്നുള്ളത് ഓക്കെയാണ്, നാമാണ്. അപ്പൊ ഈ കുതിര എന്നുള്ളതാണ് പിന്നെ അതിലെ പെർഫെക്റ്റ് നൗൺ ആയിട്ടുള്ളത്, നല്ല നാമമായിട്ടുള്ളത്. അപ്പൊ ആ കുതിരയുടെ വിശേഷണം എന്താണ്? കുതിരയുടെ വിശേഷം കറുത്ത എന്നാണ്. അപ്പോ ആ നാമവിശേഷണമായി ചേർത്ത പദം ഏത്? കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഇതിൽ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദം കറുത്ത എന്നതാണ്. കറുത്ത എന്ന പദമാണ് നാമവിശേഷണമായിട്ട് ചേർത്തിരിക്കുന്നത്. അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അപ്പൊ അലങ്കാരങ്ങൾ നമ്മള് പിന്നെ അറബിക് ഭാഷയിലേക്ക് ബലാഗയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തശ്ബീഹുകളൊക്കെ പറയാറുണ്ട്. പിന്നെ അപ്പൊ മുഷബ്ബഹിനെ വിശേഷിപ്പിക്കുന്നത്, മുഷബ്ബഹ് ബിയെ വിശേഷിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ മലയാള ഗ്രാമർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർണ്ണ്യവസ്തുവിനെ എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ വർണ്ണിക്കുന്നത് അതിനെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അപ്പൊ ഈ അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കും അർത്ഥങ്ങൾക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഭാഷാ ഘടകങ്ങളെയാണ് അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. വാക്കുകൾക്കും അർത്ഥങ്ങൾക്കും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഭാഷാ ഘടകങ്ങളെയാണ് അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ ഉപയോഗിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഓരോ അലങ്കാരങ്ങളും ഉപമാനം. എന്താണ് ഉപമാനം എന്ന് നോക്കിയാൽ മതി. അവർണ്യം, അപ്രസ്തുതം, ഉപമേയം, ഇങ്ങനെ ഓരോന്നുണ്ട്, ഓരോ വർണ്ണങ്ങളുണ്ട്. ഓരോ വസ്തുവിനെ എങ്ങനെ വിശദീകരിക്കുന്നതിന് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ വർണ്ണ്യ വസ്തുവിനെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഉപമേയമാണ്. ഉപമേയം. അതില് അവർണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർണ്ണം തന്നെ ഇല്ലാത്തതെന്നാ. ഒരു വിശേഷണത്തിൽ വർണ്ണം തന്നെ ഇല്ലാത്തത് എന്നതിനാണ് ശരിക്ക് പിന്നെ അവർണ്യം എന്ന് പറയാം. അപ്രസ്തുതം എന്നുള്ളതിന് ഡയറക്റ്റ് നമ്മൾ വിശദീകരിക്കാതെ ഇൻഡയറക്റ്റ് ആയിട്ട് വർണ്ണിക്കുന്നതിനാണ് ശരിക്ക് അപ്രസ്തുതം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഓരോന്നിനും വർണ്ണത്തിന്റെ ഓരോ നിയമങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ഉപമേയം എന്നാണ്. അലങ്കാരങ്ങളിൽ വർണ്ണ്യ വസ്തുവിനെ ഉപയോഗിക്കാൻ സൂചിപ്പിക്കുന്നത് ഉപമേയം എന്നുള്ളതാണ്. പ്രാണവായു എന്ന ചെറുകഥ എഴുതിയതാര്? ചെറുകഥ എന്ന് പറയട്ടെ, ചെറുകഥ എഴുതിയതാര്? എൻ പ്രഭാകരൻ, PV ഷാജി കുമാർ, E സന്തോഷ് കുമാർ, അംബിക സുധൻ മങ്ങാട്. അപ്പൊ ഇതിൽ ചില കൃതികളെ കുറിച്ച് ചോദിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ അത് മലയാള ഭാഷയിൽ നമുക്ക് എത്ര കറന്റ് നമ്മൾ എത്ര ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പൊ കുറച്ച് കഥാരചനകളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പ്രാണവായു എഴുതിയത് അംബിക സുധൻ മങ്ങാടാണ്. നിങ്ങൾ നാവടക്കിൻ പണിയെടുക്കിൻ, ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങളാകട്ടെ ഞങ്ങൾക്കാകട്ടെ. നിങ്ങൾ നാവടക്കിൻ പണിയെടുക്കിൻ, ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികൾ ഏതു കവിതയിൽ?
ഈ വരികൾ ഏതു കവിതയിലേതാണ് എന്നാണ് ചോദിക്കുന്നത്. കുറത്തി, നാവുമരം, ശാന്ത, സത്യവാങ്മൂലം. അപ്പൊ കടമ്മനിട്ടയുടെ പിന്നെ കവിതയാണ് കുറത്തി എന്നുള്ളത്. ഈ കുറത്തിയിൽപ്പെട്ടതാണ് ഈ നിങ്ങൾ നാവടക്കിൻ പണിയെടുക്കിൻ ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം എഴുതിയതാര്? കഴിഞ്ഞ പ്രാവശ്യം എന്തോ അറിയില്ല, ശരിക്ക് ഒരു പുസ്തകം എഴുതിയത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വരികൾ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം എഴുതിയത് ആര്? കെ സേതുമാധവൻ. കെ സേതുമാധവൻ എഴുതിയതാണ് മലയാളി ഒരു ജനിതക വായന എന്ന പുസ്തകം. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആർക്കിടൈപ്പുകൾ, അബോധബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇവിടെ പിന്നെ സാധാരണ ഈ ചോദ്യം നമ്മൾ സൈക്കോളജിയിൽ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ ഇത് മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടത് മലയാളത്തിന്റെ ഭാഗമായി ചോദിച്ചു കാണുന്നതാണ്. മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ. C.G. യോങ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ലുക്കാച്ച്, I.A. റിച്ചാർഡ്, ഇവരിൽ ആരാണ് ഇത് പറഞ്ഞത്? ഇത് C.G. യോങ് ആണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ബോധാവസ്ഥ, അബോധാവസ്ഥ ഇതേക്കുറിച്ചൊക്കെ സൈക്കോളജിയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞ ഒരു മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. നമ്മുടെ കണ്ണും നമ്മുടെ ശ്രദ്ധയൊക്കെ ഒരു പക്ഷെ അതിലേക്കാണ് പോവുക. പക്ഷെ C.G. യോങ്ങും ഇതുപോലെ ഒരു സ്വിറ്റ്സർലൻഡ് സൈക്കോളജിസ്റ്റ് ആണ്. മാനസിക വിശകലന വിദഗ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ അതേപോലെ സൈക്കാട്രിസ്റ്റ് ആയിട്ടും പിന്നെ മാനസിക ചികിത്സകൻ എന്നൊക്കെ പറയില്ലേ, എന്ന രീതിയിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ സൈക്കോളജിയാണ്, വിശകലന മനഃശാസ്ത്രം. അതുപോലെ ഭാഷയുമായി ബന്ധപ്പെട്ട മാനസിക വിശകലനം അദ്ദേഹത്തിനുണ്ട്. പിന്നെ സൈക്കോ അനലിസ്റ്റിനോട് പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല സിദ്ധാന്തങ്ങളോടും ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് ബന്ധമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കോൺസെപ്റ്റിൽപ്പെട്ട ഒന്നാണ് കളക്റ്റീവ് അൺകോൺഷ്യസ്, ആർക്കിടൈപ്സ്, അനിമസ് എന്നൊക്കെ പറയുന്ന ചില വികാരങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ ടൈപ്സ്, മാൻ ആൻഡ് ഹിസ് സിംബൽസ് എന്നീ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രചനയിലുണ്ട്. ചുരുക്കി പറഞ്ഞാല് മാനസിക സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശകലനങ്ങൾ നടത്തിയ സൈക്കോളജിസ്റ്റാണ് C.G. യോങ് എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തവയിൽ അനുപ്രയോഗം അല്ലെങ്കിൽ അനുപ്രകാരം ഏത്? അനുപ്രയോഗം ഏത്? അവൻ പോകട്ടെ, അവൾ പറഞ്ഞുപോയി, നാളെ നിങ്ങൾ വരണം, പൂക്കൾ വിടരുന്നു. ഇവയിൽ അനുപ്രയോഗം എന്നുള്ളത് ഏതാണ്? അപ്പൊ നോക്കൂ, അവൻ പോകട്ടെ, അവൾ പറഞ്ഞുപോയി. പിന്നെ ഇതിൽ നമ്മൾ ആ അനുപ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഭാഷ പറയുന്ന വിഷയത്തിലേക്കല്ല അത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പറഞ്ഞു പോയി, അതിനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി എന്നുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്, നമ്മൾ സംഭവിച്ചു പോയി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു പോയി എന്നുള്ളതാണ് അനുപ്രയോഗം. ചുവടെ കൊടുത്തവയിൽ ഓഷ്ട്യാക്ഷരം ഏത്? ഓഷ്ട്യാക്ഷരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അക്ഷരങ്ങൾ തന്നെ പല മഹ്റജിലേക്ക് അല്ലെങ്കിൽ പുറപ്പെടുന്ന ഉച്ചരിക്കുന്ന രീതിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഭാഷയുടെ അക്ഷരങ്ങളുടെ പേരുകൾ നമ്മൾ പറയാറുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് ഓഷ്ട്യാക്ഷരം എന്ന് പറയുന്നത്. ഓഷ്ട്യാക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിപ്സിൽ നിന്ന് പുറപ്പെടുന്ന, ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം അല്ലെങ്കിൽ ചുണ്ടുപയോഗിച്ച് ഉച്ചരിക്കുന്ന ആ അക്ഷരത്തിനാണ് പിന്നെ ഓഷ്ട്യാക്ഷരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന പറഞ്ഞാൽ അതിൽ പറയപ്പെട്ട അക്ഷരങ്ങൾ ചുണ്ട് പിടിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും പിന്നെ
ചുണ്ട് രണ്ട് ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ ചുണ്ട് രണ്ട് വിട്ട് പിടിച്ചിട്ട് നമുക്ക് ഇതിൽ ഒരു അക്ഷരം ഉച്ചരിക്കാൻ കഴിയില്ല. അതരങ്ങൾ ചേർന്ന് ഉച്ചരിക്കുന്നു എന്നാണ് ഒറ്റയക്ഷരത്തിന്റെ ഉദ്ദേശം. അപ്പൊ ക, ച, മ, ഢ ഈ അക്ഷരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതാണ് രണ്ട് ചുണ്ടുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നത്? ഖ എന്നാണോ, ഝ എന്നാണോ, മ എന്നാണോ, ഢ എന്നാണോ? ഏത് അക്ഷരം ഉച്ചരിക്കുമ്പോഴാണ് അതരങ്ങൾ ചേർന്ന് ഉച്ചരിക്കുന്നത്? ഓക്കെ, സിമ്പിൾ ആണ്, മ. അപ്പൊ ഇതില് ഒറ്റയാക്ഷരം എന്ന് പറയുന്നത് മ എന്നുള്ളതാണ്. പിന്നൊരു ശൈലിയാണ് കുളിക്കാതെ ഈറൻ ചുമക്കുക. ശൈലിയിൽ നിന്നും പദശൈലി നമ്മള് കാറ്റഗറി 4 പറഞ്ഞ കുറെ ഭാഗങ്ങളാണ് ഇതില് കാറ്റഗറി 4 നിന്നും ഗ്രാമറിൽ നിന്ന് ദ്യോതകം, പ്രകാരം, സമാസം, സന്ധി ഇവയിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ കൂടുതൽ ആ ഏരിയയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതാണ് 3യുടെ പ്രത്യേകത. പലപ്പോഴും കാറ്റഗറി 4നേക്കാളും സിമ്പിൾ ആവാറുണ്ട് എക്സാമിൽ കാറ്റഗറി 3. ഏതായാലും ചുവടെ ചേർത്തവയിൽ കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ആശയം ഏത്? കുളിക്കാതെ ഈറൻ ചുമക്കുക. ഈറൻ ചുമക്കുക എന്നാൽ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലമുടി നനഞ്ഞിങ്ങനെ പിന്നെ പ്രത്യേകിച്ച് കൂടുതൽ മുടിയുള്ള സ്ത്രീകൾക്കൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നൊരു വിഷമമാണ്. ഇങ്ങനെ തലയിൽ നിന്ന് എത്ര ഉണക്കിയാലും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ ഒരു അവസ്ഥക്കാണ് ഈറൻ. അപ്പം കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ ഈറൻ ഉണ്ടാകും. അഥവാ വെള്ളത്തിന്റെ ആർദ്രത, നനവ് അവശേഷിക്കും. അപ്പൊ കുളിക്കാതെ നനവ് തലയിൽ വരിക എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ശൈലി വരുന്ന സമയത്ത് ആ വിഷയം കൂടുതൽ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ആലോചിക്കണം. അപ്പം കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ആശയം ഏത്? ചെയ്ത കാര്യം മറന്നു പോവുക, കുറ്റം ചെയ്തിട്ട് സമ്മതിക്കാതിരിക്കുക, അന്യരുടെ മേൽ കുറ്റം ആരോപിക്കുക, കുറ്റം ചെയ്യാതെ പിഴയേൽക്കുക. ഇവയിൽ കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ഉദ്ദേശമല്ലേ, ആശയം എന്ത്? സിമ്പിളാണ്. കുളിക്കാതെ തലയിൽ നനവുണ്ടാവുന്നത് പോലെ കുറ്റം ചെയ്യാതെ പിഴ ഏൽക്കുക എന്നുള്ളതാണ്. കുറ്റം ചെയ്യാതെ പിഴ ഏൽക്കുക. സിൻ എന്ന നോവൽ എഴുതിയത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്രാവശ്യം എഴുതിയ രചനകളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതൽ ചോദിച്ചു. സിൻ എന്ന നോവൽ എഴുതിയതാര്? സിൻ എന്ന് പറഞ്ഞാൽ കുറ്റം എന്നൊക്കെ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പദം. സിൻ എന്ന പദം എഴുതിയത് നോവൽ എഴുതിയത് ആര്? ഹരിത സാവിത്രി. ഹരിത സാവിത്രി എഴുതിയതാണ് സിൻ എന്ന നോവൽ. താഴെ കൊടുത്തവയിൽ കേവല വാക്യം ഏത്? താഴെ കൊടുത്തവയിൽ കേവല വാക്യം ഏത്? കേവല വാക്യം എന്ന് പറയുമ്പോൾ എന്താ? ഒരു വാക്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്കും ബന്ധമില്ലാത്തത്. കേവല വാക്യത്തിൽ അങ്ങനെയാണ് വരുന്നത്. ഒറ്റ സിമ്പിളായിട്ട് പറയുന്ന ഒരു വാക്യം, അതിനാണ് കേവല വാക്യം എന്ന് പറയുന്നത്. താഴെ കൊടുത്തവയിൽ കേവല വാക്യം ഏത്? അവൾ പുസ്തകം വായിച്ചു. മഴ പെയ്തപ്പോൾ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പരിസ്ഥിതിയുമായി സന്തുലിതത്വം പാലിക്കാതെ പ്രാകൃതികോർജം അമിതമായി ഉപയോഗിക്കുന്ന ശീലം അതിനെ ശവക്കുഴി തോണ്ടുന്നതിൽ എത്തിച്ചിരിക്കുന്നു. സാമൂഹിക ജീവിതത്തിലെ ജീർണതകൾ കാണുകയും അതിനെ തകഴി തന്റെ കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ എന്താണ് കേവലവാക്യം എന്ന് പറഞ്ഞാൽ? കേവലവാക്യം എന്ന് പറഞ്ഞാൽ ഒരു മാത്രമായ പൂർണ്ണ ചിന്തയെയോ ആശയത്തെയോ ഉൾക്കൊള്ളുന്നതിനാണ് കേവലവാക്യം എന്ന് പറയുക. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരൊറ്റ മുഖ്യവാക്യം മാത്രം, ഒരൊറ്റ സുപ്രധാന വാക്യം മാത്രം ഉള്ളതിനാണ് കേവലവാക്യം എന്ന് പറയുന്നത്. കേവലവാക്യത്തിന്റെ ലക്ഷണങ്ങളും സവിശേഷതകളും ഇങ്ങനെ ആയിക്കാരും. ഒരൊറ്റ മുഖ്യവാക്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഉപവാക്യങ്ങൾ ഇല്ല. അതിൽ നിന്ന് തന്നെ നമ്മളൊരു ജുംലത്തുൻ പിന്നെ ഇസ്മിയ യുഫീദ് ഫായിദ താമ എന്ന് പറയുന്ന പോലെ ഒരു സമ്പൂർണ്ണ അർത്ഥം അതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് കേവലവാക്യം എന്ന് പറയാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കാം. മഴ പെയ്തപ്പോൾ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകി എന്നുള്ളത് ഒരു ആശയമാണ്. എപ്പോഴാണ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയത്? മഴ പെയ്തപ്പോൾ എന്നുള്ളതാ. അപ്പോൾ മറ്റൊരു സെന്റൻസ് കൂടെ അതിലുണ്ട്, മറ്റൊരു വാക്യത്തിൽ കൂടെ അത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത 2, 3, 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം 2, 3 ആശയങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതില് കേവലവാക്യം എന്ന് പറയുന്ന ഒരു ഒരൊറ്റ മുഖ്യവാക്യം മാത്രമുള്ളത്
അവൾ പുസ്തകം വായിച്ചു എന്നുള്ളതാണ്. കുന്ദൻ കഥാപാത്രമാകുന്ന നോവൽ ഏത്? കുന്ദൻ എന്ന കഥാപാത്രം വരുന്ന നോവൽ ഏത്? അഭയാർത്ഥികൾ, മരണ സർട്ടിഫിക്കറ്റ്, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഇതിൽ കുന്ദൻ കഥാപാത്രമാകുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നു എന്നതിലാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ച പോലെ കഥാപാത്രങ്ങള്, പിന്നെ അതേപോലെ രചനകള്, ഇത് കഴിഞ്ഞതിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അടുത്തതിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആനന്ദ് എഴുതിയ നോവലാണ് പിന്നെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നത്. മനുഷ്യരെയും അവരുടെ മാനവികതയൊക്കെ വിഴുങ്ങുന്ന അധികാരത്തിന്റെ ക്രൂരമായ സ്വാധീനങ്ങളെ കുറിച്ച് പറയുന്നതാണ് കുന്ദൻ. കുന്ദൻ എന്ന ലേബർ ഓഫീസറാണ് അതിലെ കഥാപാത്രം. അതിലെ പ്രധാന വിഷയങ്ങൾ ഭരണകൂടത്തിന്റെ ക്രൂരത, നിസ്സഹായരായ ജനതയെ ചൂഷണം ചെയ്യുന്നത്, സമൂഹത്തിലും മനുഷ്യരിലൊക്കെ ഉണ്ടാകുന്ന മരുഭൂമീകരണം. മരുഭൂമികൾ ഉണ്ടാകുന്നത് മനുഷ്യന്മാർ പ്രതികരിക്കാതെ മരുഭൂമി ആവുന്നത് കൊണ്ടാണ് സാമൂഹികമായ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ആനന്ദ് അതിൽ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ നോവലിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യേകത കൂടെ ഉണ്ട്. മരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഇതിൽ വന്ന ദ്യോതക ശബ്ദമേത്? ഈ ദ്യോതകം അറബി പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹർഫിനോട് കമ്പയർ ചെയ്ത, അറബിയിൽ ഇസ്മു ഫീല് ഹർഫ് എന്ന് പറയുന്നതിലെ ഹർഫിനോട് കമ്പയർ ചെയ്ത ദ്യോതകം എന്ന് കിട്ടും. ഹർഫ് എന്ന് പറഞ്ഞാൽ അറബിയിലെ ഹർഫുകള് മിൻ, ഇല, ഫി, അൻ, അല എന്നൊക്കെ പറഞ്ഞു വരുന്നതാണല്ലോ. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഫ്രം, ടു, അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇത്. അപ്പൊ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി ഇതിൽ വന്ന ദ്യോതക ശബ്ദമേത്? ശബ്ദം, വർണ്ണം എന്നൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കും. അപ്പൊ ഇതിലെ പിന്നെ ദ്യോതകമായിട്ടുള്ള കലിമത്ത് ഏത്, വാക്ക് ഏത് എന്നുള്ളതാണ്. മരത്തിൽ നിന്ന് താഴേക്ക് ചാടി എന്നുള്ളത്. അപ്പൊ ദ്യോതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ അർത്ഥമുള്ളതും എന്നുള്ള ഒരു സിമ്പിൾ ലെവലിൽ മനസ്സിലാക്കിയാൽ മതി ദ്യോതകം എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ദ്യോതകത്തില്? മരത്തിൽ നിന്ന് എന്നുള്ളതാണ്. കാരണം പിന്നെ ഫ്രം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന മരം, ഇൽ നിന്ന്, ഇൽ നിന്ന് എന്നുള്ളതാണ്. ഈ നിന്ന് എന്നുള്ളതാണ് അതിലെ ദ്യോതകമായിട്ട് വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞ സമ്പൂർണമായിട്ട് ഹർഫിലേക്ക് ഇതാക്കാൻ പറ്റൂല. അതില് പിന്നെ നമ്മളിതിൽ മരത്തിൽ എന്നുള്ളത് മലയാളത്തിൽ വരുമ്പോ അതൊരു വാക്കാണ്, ഒറ്റ വാക്കാണ്. അതേമാതിരി ക്ക് എന്നുള്ളത് നമ്മള് ഈ താഴേക്ക് എന്നുള്ളത് ക്ക് എന്നുള്ളത് നമ്മൾ മറ്റു ചില ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇസ്മു ഫീലി ഹർഫ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ മരത്തിൽ എന്നുള്ളത് ഇതിലൊരു വാക്കാണ്. പിന്നെ താഴേക്ക് എന്നുള്ളത് ക്ക് എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പൊ ഈ വ്യത്യസ്തമായി നിൽക്കണം. ഇൽ എന്നുള്ളത് വ്യത്യസ്തമായി നിൽക്കുന്നില്ലല്ലോ. ദ്യോതകത്തിൽ വിശദീകരിച്ച് പറയും. മരത്തിൽ, മരത്തെ, താഴേക്ക് എന്നൊക്കെ പറയുന്നത് പിന്നെ വേറെ ഗ്രാമറിന്റെ വേറൊരു ഭാഗമായിട്ടാണ് വരിക. ദ്യോതകം എന്ന് പറഞ്ഞാൽ വാക്കിൽ നിന്ന് സമ്പൂർണ്ണ അർത്ഥമില്ലാതെ നിൽക്കുന്നത്. ഇനി യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം ഏത്? ഭാഷയിലെ അലങ്കാരങ്ങളാണ് പരിപകരം, പിന്നെ കാവ്യലിംഗം, അനന്വയം, ദീപകം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പിന്നെ കാവ്യലിംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കവിതയെ അല്ലെങ്കിൽ കാരണബന്ധം, കാരണഫലബന്ധം ഇതിവയെ സൂചിപ്പിക്കുന്നതിനാണ് കാവ്യലിംഗം എന്ന് പറയുന്നത്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം വരുന്നത് കാവ്യലിംഗമാണ്. ഈ അലങ്കാരങ്ങൾ ഓരോന്നും കുറച്ച് കൂടുതൽ വിശദീകരിക്കാനുള്ള ഭാഗമാണ്. ഭാഷയിലെ പിന്നെ നമ്മള് അറബിയിലേക്ക് കമ്പയർ ചെയ്യണം. ഭാഷയിലെ ഗ്രാമറുകൾ കമ്പയർ ചെയ്താൽ ഒരു 70% ഒക്കെ ഓക്കെ ആവുള്ളൂ. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ കാവ്യലിംഗം എന്ന് പറഞ്ഞാൽ തന്നെ പോയറ്റിക് ഫിഗർ ഓഫ് സ്പീച്ച് എന്നാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. കവിതയിലെ സൗന്ദര്യം, ഗൗരവം, വ്യത്യസ്ത ഭാവം എന്നിവയെ പ്രകടിപ്പിക്കുന്ന അലങ്കാരങ്ങളിൽ ഒന്നാണ് കാവ്യലിംഗം എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്ന ഭാഗമാണ്. അപ്പൊ അതേപോലെ പരിപകരം, അനന്വയം എന്നിങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്.
അപ്പൊ പരിപകരം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ അർത്ഥം കുറവാണ് പരിപകരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാക്യത്തിലെ മറ്റൊരു പദത്തിന്റെ അർത്ഥം കൂടെ സൂചിപ്പിക്കുന്നത് പിന്നെ സമയം, സ്ഥലം, കാരണം, ഉപാധി, ഇതിനൊക്കെയാണ് പരിപകരം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം എന്ന് പറയുന്നത് കാവ്യലിംഗമാണ്, കാവ്യലിംഗത്തിൽ പെടുന്നതാണ്. ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? പുഷ്പം, ഐശ്വര്യം, തേൻ, നദി. ഇതില് ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഋദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്ന്. ഋദ്ധി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. ചില ഇങ്ങനത്തെ കുറെ വാക്കുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? രക്ഷകർത്താവ്, നിശ്ചലം, പ്രവൃത്തി, അടിമത്തം. ഇവയില് ശരിയായ പദം ഏത്? അടിമത്തം അല്ലേ? അടിമത്തം എന്നുള്ളതാണ്. അടിമത്തം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം. ചിലർ ഈ അടിമത്തം എപ്പോഴും തെറ്റിക്കുന്നതാണ്. ചിലര് അടിമത്വം എന്നൊക്കെ എഴുതും. രക്ഷാകർത്താവ് എന്നാണ്, രക്ഷാകർത്താവ് എന്നാണ് അവിടെ നീട്ടാണ്ട്. നിശ്ചലം എന്നാണ്, പ്രവൃത്തി എന്നാണ്. അങ്ങനെ ഓരോന്നിനും പ്രവൃത്തി അല്ല, പ്രവൃത്തി എന്നാണ്. പ്രവൃത്തി പ്രവൃത്തി എന്നുള്ളതാണ് അവിടെ. ഓക്കെ, പിന്നീടുള്ള 10 ചോദ്യങ്ങൾ കവിതകളും ഇതും വിശദീകരിക്കാനുള്ളതാണ്. ഇൻഷാല്ലാ ഇതില് നമ്മള് ഗ്രാമറിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക. ബാക്കി പുസ്തകരചനകളും പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഒരു ഏകദേശം ഫേമസ് ആയിട്ടില്ല, വയലാർ അവാർഡ് വാങ്ങിയ അല്ലെങ്കിൽ സാഹിത്യ ചർച്ചകൾക്കൊക്കെ വിധേയമായ കുറച്ച് പുസ്തകങ്ങൾ, അതും നമ്മൾ ഇതിന്റെ ക്ലാസ്സുകളിൽ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു പുസ്തകം, അതിലെ കഥാപാത്രങ്ങൾ, അത് എഴുതിയ ആള്, അങ്ങനത്തെ നമ്മൾ ടേബിളൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പൊ അതിൽ നിന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇൻഷാല്ല അപ്പൊ ആ രീതിയിലാണ്. ഇപ്പോ ഇതൊരു ഡെമോ അല്ലെങ്കിൽ നമ്മൾ വരും ക്ലാസ്സുകളിലേക്കുള്ള ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം തുടർന്ന് നിങ്ങൾ നന്നായിട്ട് മലയാള ഭാഷയുടെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. അപ്പം ഇൻഷാല്ല തുടർന്നും നിങ്ങൾ ഫോക്കസിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇതുവരെ വീക്ഷിച്ചതിന് തുല്യമായ നന്ദി അറിയിക്കുകയാണ്.